നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വൈസ് ചാൻസലർമാരെ നിയമിച്ചത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൈക്കോടതി വിധിക്കായി ഒരു മാസം വരെ കാത്തിരുന്നു ശേഷമാണ് നിയമനം നടത്തിയത്. വിസി നിയമനത്തിൽ തനിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നാണ് വിധി. സംശയമുള്ളവർക്ക് വായിച്ചു നോക്കാമെന്നും ഗവർണർ. പ്രതിഷേധത്തിനിടെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ കെ ശിവപ്രസാദ് ചുമതലയേറ്റു. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചുമതലയേറ്റത്. പ്രതിഷേധത്തിന്റെ കാരണം അറിയില്ലെന്ന് വിസി. ചർച്ചയ്ക്ക് തയ്യാറെന്നും ഡോക്ടർ കെ ശിവപ്രസാദ്. സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധം. പുതിയ വിസി ഡോക്ടർ കെ ശിവപ്രസാദിനെ SFIയും ജീവനക്കാരുടെ സംഘടനകളും ചേർന്ന് ഉപരോധിച്ചു. ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യം ഉണ്ടായ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസ്. ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് കേസ്. കുഞ്ഞിന്റെ ചെവിയും കണ്ണുമുള്ളത് യഥാസ്ഥാനത്തല്ല. വായ തുറക്കുന്നില്ല. കാലിനും കൈക്കും വളവുണ്ട്. എന്നാൽ സ്കാനിംഗിൽ കുഴപ്പമില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്ന് കുട്ടിയുടെ മാതാപിതാക്കളായ അനീഷും സുറുമിയും. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവം ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. സംഭവം ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ തന്നെ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്കാനിംഗ് സെന്ററിനെ പറ്റിയും അന്വേഷണം നടത്തും. വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വീണ ജോർജ്. മുനമ്പം വിഷയത്തിൽ കക്ഷികളായ എല്ലാവരെയും കേൾക്കുമെന്ന് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. 3 മാസം കൊണ്ട് പ്രവർത്തനം തീർക്കാൻ കഴിയുമോ എന്നതിൽ സംശയമുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ വേഗത്തിൽ തീർക്കാൻ കഴിയും. ആവശ്യമെങ്കിൽ കൂടുതൽ സമയം ചോദിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രദേശവാസികൾ നടത്തുന്ന നിരാഹാര സമരം 47ാം ദിവസം. സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ സംഘടനകളും വ്യക്തികളും സമരപന്തലിലേക്ക്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചെങ്കിലും പ്രശ്നപരിഹാരമാകും വരെ സമരം അവസാനിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ സമരസമിതി. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ സപ്ലിമെന്ററി കൺസെഷൻ കരാർ ഒപ്പുവച്ചു. കരാറിൽ ഉള്ളത് ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ കാലാവധി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണത്തിന് കരാർ ഏറെ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിൽ സർക്കാർ. വിഴിഞ്ഞം പദ്ധതിയുടെ 2, 3, 4 ഘട്ടങ്ങൾ 2028-നകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി VN വാസവൻ. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ 95% പൂർത്തിയായി. ഡിസംബർ 3-ാം തീയതിക്കകം മുഴുവൻ നിർമ്മാണങ്ങളും പൂർത്തിയാക്കും. കമ്മീഷൻ ചെയ്യുന്ന തീയതി പിന്നീട് തീരുമാനിക്കും. പുതിയ കരാർ അനുസരിച്ച് 2034 മുതൽ വരുമാനം ലഭിച്ചു തുടങ്ങുമെന്ന് മന്ത്രി. പഴയ കരാർ അനുസരിച്ച് 2039 മുതൽ മാത്രമേ വരുമാനം ലഭിക്കുകയുള്ളൂ എന്ന് VN വാസവൻ. വ്യവസായ മന്ത്രിയുടെ ഓഫീസിന്റെ ഗുരുതര വീഴ്ചയിൽ കൊല്ലത്തെ കശുവണ്ടി വ്യവസായിക്ക് നഷ്ടമായത് കിടപ്പാടം. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത് 2022-ൽ. വ്യവസായ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചത് 2 വർഷം വൈകി കഴിഞ്ഞ ആഴ്ച. ഗത്യന്തരമില്ലാതെ ഫാക്ടറി പൂട്ടി വ്യവസായി. വീടും സ്ഥലവും ലേലം ചെയ്ത് ബാങ്ക്. കശുവണ്ടി വ്യവസായികളോട് ഉദ്യോഗസ്ഥർ കാണിക്കുന്നത് കന്നം തിരിവാണെന്ന് മുൻ മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മേഴ്സിക്കുട്ടിയമ്മ ന്യൂസ് 18നോട്. പഠനയാത്രകൾക്ക് മാർഗനിർദ്ദേശവുമായി വിദ്യാഭ്യാസ വകുപ്പ്. യാത്രകൾ വിനോദയാത്രകൾ മാത്രമാകരുതെന്നും ആർഭാടം പാടില്ലെന്നും മന്ത്രി V ശിവൻകുട്ടി. പണമില്ലെന്ന കാരണത്താൽ ഒരു കുട്ടിയെയും യാത്രയിൽ നിന്നും ഒഴിവാക്കരുത്. അധ്യാപകരുടെയും PT അംഗങ്ങളുടെയും ചെലവ് സ്വയം വഹിക്കണം. സ്കൂളുകളുടെ വിശദീകരണം തേടിയ ശേഷം നടപടിയെന്ന് മന്ത്രി. നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി തീർപ്പാക്കി. മുരളീധരൻ കൂഞ്ചേരി ഇല്ലം നൽകിയ ഹർജിയാണ് തീർപ്പാക്കിയത്. നവീന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി പരിഗണനയിൽ ഉള്ള സാഹചര്യത്തിലാണ് നടപടി.
ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിൽ കോടതി തീരുമാനമെടുക്കട്ടെയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CBIയുമായി ബന്ധപ്പെട്ട പാർട്ടി നിലപാട് വ്യക്തമാണ്. CBI കൂട്ടിലടച്ചതാണെന്നും എങ്ങോട്ട് വേണമെങ്കിലും നിലപാട് മാറുമെന്നും MV ഗോവിന്ദൻ. പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഒപ്പമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന CPM നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രഹസ്യങ്ങൾ പുറത്താകുമോ എന്ന ഭയമാണ് CPMന്. പെട്രോൾ പമ്പിനായി അപേക്ഷ പ്രശാന്തൻ ആരുടെ ബിനാമിയാണെന്നത് പറഞ്ഞ് വന്നാൽ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമെന്നും VD സതീശൻ. സർക്കാർ സ്പോൺസേഡ് വെടിവയ്പ്പാണ് സംഭാലിൽ നടക്കുന്നത്. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. സംഭാലിലെ പാവപ്പെട്ട ആളുകൾക്ക് മുസ്ലിം ലീഗ് നിയമസഹായം നൽകും. സുപ്രീം കോടതി ഇടപെടാതെ വിഷയത്തിൽ പരിഹാരമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. വയനാട് ലോക്സഭാ MP പ്രിയങ്ക ഗാന്ധി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടന കയ്യിൽ ഏന്തിയായിരുന്നു സത്യപ്രതിജ്ഞ. പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കി കോൺഗ്രസ്. പ്രിയങ്കയുടെ വസതിക്ക് മുന്നിൽ പ്രവർത്തകർ ഒത്തുചേർന്നു. ബാൻഡ് മേളത്തോടെയും ആർപ്പുവിളിയോടെയും ആഘോഷം. ഫെങ്കൽ ഭീതിയിൽ തമിഴ്നാട്. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ശക്തമായ മഴയിൽ വൻ നാശനഷ്ടം. ശനിയാഴ്ചയോടുകൂടി ഫെങ്കൽ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് തമിഴ്നാട് പുതുച്ചേരി തീരം തൊടുമെന്ന് മുന്നറിയിപ്പ്. വിമാന സർവീസുകൾ തടസ്സപ്പെടുമെന്ന് ഇൻഡിഗോ. തമിഴ്നാട്ടിൽ തീരദേശ മേഖലയിൽ നിന്ന് 1200-ലധികം പേരെ ഒഴിപ്പിച്ചു. തിരുവാരൂർ, തഞ്ചാവൂർ, കടലൂർ, നാഗപട്ടണം എന്നിവിടങ്ങളിൽ പെയ്ത കനത്ത മഴ രാമനാഥപുരത്ത് വീടുകളിൽ വെള്ളം കയറി. വിവിധ ജില്ലകളിലായി 2000 ഏക്കറോളം കൃഷി നശിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി ശ്രീലങ്ക തീരം തൊട്ട് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങും. കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 3283 രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. വികസന ഫണ്ടിന്റെ രണ്ടാം ഗഡു 1905 കോടി രൂപയും മെയിന്റനൻസ് ഗ്രാന്റിന്റെ മൂന്നാം ഗഡു 1377 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഗ്രാമപഞ്ചായത്തുകൾക്ക് ആകെ 1929 കോടി രൂപ ലഭിക്കും. ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 320 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തുകൾക്ക് 375 കോടിയും മുനിസിപ്പാലിറ്റികൾക്ക് 377 കോടിയും വകയിരുത്തി. കോർപ്പറേഷനുകൾക്ക് 282 കോടിയും അനുവദിച്ചതായി ധനമന്ത്രി. കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിലെന്ന് ധനമന്ത്രി. എങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി നീക്കിവച്ചിട്ടുള്ള തുക പൂർണ്ണമായും ലഭ്യമാകും. ഈ സാമ്പത്തിക വർഷം ഇതിനകം 9800 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചുവെന്നും KN ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് തുക ഉടൻ തിരിച്ചുപിടിക്കാൻ സർക്കാർ. പലിശ അടക്കം തുക സമയബന്ധിതമായി തിരിച്ചുപിടിക്കും. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരെ കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം നടത്തും. ഇവരെ സഹായിച്ചവരെ കണ്ടെത്താനും പരിശോധന. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ കടമെടുത്ത് പെൻഷൻ നൽകുമ്പോഴാണ് ഈ തെറ്റായ പ്രവണതയെന്നും MV ഗോവിന്ദൻ. കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിലുണ്ടായ രോഗബാധയ്ക്ക് കാരണം മലിനജലമെന്ന് സ്ഥിരീകരണം. വെള്ളത്തിൽ E. coli ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കുഴൽക്കിണറിൽ നിന്ന് എടുത്ത സാമ്പിളിലാണ് E. coli ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. രോഗബാധയ്ക്ക് കാരണം മലിനജലം ഉപയോഗിച്ചതെന്നും കണ്ടെത്തൽ. കേടായ ഫിൽറ്റർ ശരിയാക്കാൻ നിർദ്ദേശം നൽകിയെന്ന് എറണാകുളം DMO.
ദേശീയപാത 66 മലപ്പുറത്തെ 2 സ്ട്രെച്ചുകളുടെയും നിർമ്മാണം അടുത്ത ഏപ്രിലിൽ പൂർത്തിയാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കോഴിക്കോട് രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള ഒരു സ്ട്രെച്ചിന്റെ പ്രവൃത്തിയും ഇതോടൊപ്പം തീരും. ബാക്കി പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കി 2025 ഡിസംബറോടെ 6 വരി ദേശീയപാത ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നാണ് മന്ത്രി. കളമശ്ശേരി JC കൊലപാതകത്തിൽ പ്രതി ഗിരീഷ് ബാബു മോഷ്ടിച്ച 2 ഫോണുകളും പോലീസ് കണ്ടെത്തി. സ്കോപ്പ് ടീം നടത്തിയ തിരച്ചിലിലാണ് ഫോണുകൾ കണ്ടെത്തിയത്. പാറമടയിലെ കുളത്തിലായിരുന്നു പ്രതിയുമായി തെളിവെടുപ്പ്. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോ സ്വർണം കവർന്നു. കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന മൂത്തമ്പലം സ്വദേശി ബൈജുവിനെ ആക്രമിച്ചാണ് കാറിലെത്തിയ 4 അംഗ സംഘം സ്വർണം കവർന്നത്. കവർച്ച നടന്നത് ഇന്നലെ രാത്രി 10:30-ഓടെ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോട്ടലിൽ ഗുണ്ട ആക്രമണം. ഹോട്ടൽ ജീവനക്കാരൻ വെഞ്ഞാറമൂട് സ്വദേശി തൌഫീഖ് റഹ്മാന് വെട്ടിയിട്ടു. കഴക്കൂട്ടം ജംഗ്ഷനിലെ കൽപ്പാത്തി ഹോട്ടലിലാണ് ആക്രമണം നടന്നത്. വധശ്രമം അടക്കമുള്ള കേസുകളിൽ പ്രതിയായ കഴക്കൂട്ടം സ്വദേശി വിജീഷ്, സഹോദരൻ വിനീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമം അടക്കമുള്ള നിരവധി കേസുകളിൽ പ്രതികളാണിവർ. ആക്രമണം നടത്തിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നു. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ലോഡ്ജിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി കേരളം വിട്ടതായി സംശയം. തിരുവില്ലാമല സ്വദേശി അബ്ദുൾ സനൂഫാണ് പ്രതി. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോലീസ് തിരച്ചിൽ വ്യാപിപ്പിച്ചു. പ്രതി പാലക്കാട് എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ശ്വാസം മുട്ടിച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. തിരുവനന്തപുരം ഉദിയൻകുളങ്ങരയിൽ ക്ഷേത്രത്തിൽ കവർച്ച നടത്താൻ ശ്രമിച്ച കള്ളനെ പിടികൂടി നാട്ടുകാർ. വള്ളുക്കോട്ടുകോണം ഇലങ്കം ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ചയ്ക്കെത്തിയ കള്ളനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത്. ക്ഷേത്രത്തിൽ സ്ഥാപിച്ച CCTVയിൽ യുവാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെ ആത്മഹത്യയിൽ അന്വേഷണവുമായി പോലീസ്. മുണ്ടേല മോഹനന്റെ ആത്മഹത്യയിൽ അസ്വാഭാവിക മരണത്തിന് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത് വെള്ളറട CIയുടെ നേതൃത്വത്തിലുള്ള സംഘം. ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണങ്ങളിൽ തെളിവ് ലഭിച്ചാൽ മറ്റ് വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് പോലീസ്. തൃശൂർ വടക്കാഞ്ചേരി വീരുപ്പാക്കയിൽ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവിന് ദാരുണാന്ത്യം. നടത്തറ വീട്ടിൽ ഷിഹാബാണ് മരിച്ചത്. കാട്ടുപന്നി ശല്യം തടയാൻ വെച്ച വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റതാണെന്ന് സംശയം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ തുടർ നടപടികൾക്കായി പെൺകുട്ടിയുടെ കുടുംബം നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തും. ആദ്യ പരാതി ഹൈക്കോടതി ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയെങ്കിലും പുതിയ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഭർത്താവ് രാഹുൽ ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പുകൂടി ലംഘിച്ചെന്ന് പെൺകുട്ടിയുടെ കുടുംബം. ആലപ്പുഴ പുറക്കാട് പഞ്ചായത്തിന് പുറമെ സീപ്ലെയിൻ പദ്ധതിയെ സ്വാഗതം ചെയ്ത് കൈനകരി പഞ്ചായത്തും. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് ന്യൂസ് 18നോട്. കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമു സർവീസിന്റെ കാലാവധി നീട്ടി. 2025 മെയ് 30 വരെ സർവീസ് തുടരും. ആഴ്ചയിൽ 5 ദിവസമാണ് കോട്ടയം വഴിയുള്ള സർവീസ്. യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. നെയ്യാറ്റിൻകര വില്ലേജ് ഓഫീസിലെ വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് KSEB അധികൃതർ ഫീസ് ഊരി. വൈദ്യുതി ബില്ലായ 2810 രൂപ അടയ്ക്കാൻ മുടക്കം വന്നതാണ് നടപടിക്ക് കാരണം. ഇതോടെ ഓഫീസിലെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി. വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ ഇനി കാത്തിരിപ്പ് വേണ്ട. അപേക്ഷിച്ച് 24 മണിക്കൂറിനകം പുതിയ കണക്ഷൻ നൽകുമെന്ന് മധ്യമേഖലാ ചീഫ് എഞ്ചിനീയർ. ഡിസംബർ 1 മുതൽ പദ്ധതി യാഥാർത്ഥ്യമാകും. തൃശൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലാണ് പുതിയ തീരുമാനം നടപ്പാക്കുന്നത്. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി 3 ദിവസത്തെ പണിമുടക്ക് ആരംഭിച്ചു. ജീവനക്കാരുടെ കുടിശ്ശികയായ 39% ക്ഷാമബത്ത അനുവദിക്കണമെന്ന് പ്രധാന ആവശ്യം. മലപ്പുറം ജില്ലയിലെ ജീവനക്കാരുടെ 3 വർഷമായി തടഞ്ഞുവച്ച പ്രമോഷനുകൾ അനുവദിക്കണമെന്നും സമരസമിതി. ടർക്കിഷ് തർക്കത്തിന്റെ നിർമ്മാതാക്കളുടെ ആരോപണം മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണോ എന്ന് പരിശോധിക്കണമെന്ന് VT ബൽറാം. മതനിന്ദ ആരോപണം സൃഷ്ടിച്ച് സിനിമയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കണം.
സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമോ വിവാദമോ ഉണ്ടായതായും അറിഞ്ഞിരുന്നില്ലെന്നും VT ബൽറാമിന്റെ FB പോസ്റ്റ്. ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം. ഇന്നലെ 74,463 തീർത്ഥാടകർ 18ാം പടി കയറി. ഉച്ചയ്ക്ക് 12 മണിവരെ 41,906 ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. 12ാം ദിവസം കർപ്പൂര ദീപപ്രഭയിൽ ഭക്തസാന്ദ്രമായി ശബരിമല സന്നിധാനം. ദീപാരാധനയ്ക്ക് ശേഷമാണ് ശബരിമല സന്നിധാനത്ത് 18ാം പടിക്ക് അടുത്തും മതിൽക്കെട്ടിലും കർപ്പൂരം തെളിയിച്ചത്. 18ാം പടിക്ക് ഇരുവശവുമുള്ള വിളക്കുകളിലും ദീപം തെളിഞ്ഞതോടെ ഭക്തർക്ക് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയായി. ദേശീയ വാർത്തകൾ. കർണാടകയിൽ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ഭോപ്പാലിലെ ഗംഗാവതിക്ക് സമീപം പുലർച്ചെയായിരുന്നു അപകടം. 60 വിദ്യാർത്ഥികളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ആളപായമില്ല. എയർ ഇന്ത്യ പൈലറ്റിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പുരുഷ സുഹൃത്ത് മുംബൈയിൽ അറസ്റ്റിൽ. ആദിത്യ പണ്ഡിറ്റ് എന്ന 27-കാരനാണ് അറസ്റ്റിലായത്. 25-കാരിയായ പൈലറ്റ് സൃഷ്ടി തുലിയെ അർദ്ധരാത്രിയിലാണ് ഡേറ്റാ കേബിളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിരന്തരം ഉപദ്രവിച്ചെന്നും വെജിറ്റേറിയൻ ആകാൻ സമ്മർദ്ദം ചെലുത്തിയുമെന്നുള്ള ആരോപണത്തെ തുടർന്നാണ് അറസ്റ്റ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസിനെ ഇന്ന് BJP ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചേക്കും. 2 ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടായേക്കും. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഇന്ന് ഡൽഹിയിലെത്തി BJP ദേശീയ നേതാക്കളെ കാണും. ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. റാഞ്ചിയിലെ മൊറാബാദി മൈതാനത്താണ് സത്യപ്രതിജ്ഞ. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, മമതാ ബാനർജി, ശരത് പവാർ തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ മുന്നണി നേതാക്കളും എത്തും. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി ലാപ്ടോപ്പ് നൽകുന്നുവെന്ന വാർത്ത തള്ളി SICTE. സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം വസ്തുതാവിരുദ്ധം. വ്യക്തിവിവരങ്ങളോ രജിസ്ട്രേഷനു വേണ്ടി പണമോ നൽകരുതെന്നും നിർദ്ദേശം. അന്താരാഷ്ട്ര വാർത്തകൾ. ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതിന് പിന്നാലെ സ്വന്തം വീടുകളിലേക്ക് തിരികെ പോകാൻ ലെബനനിലെ ആയിരങ്ങൾ. പലായനം ചെയ്തവർ തിരികെ പോകാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ഒക്ടോബർ 8 മുതൽ നിർത്താതെ തുടരുന്ന ആക്രമണത്തിന് താൽക്കാലിക ശമനം വന്നതോടെ. തെക്കൻ ലെബനനിലേക്ക് പോകുന്ന റോഡുകളിൽ വൻ തിരക്ക്. വെടിനിർത്തൽ വരുന്ന 60 ദിവസങ്ങൾക്ക് മാത്രമാണ് ബാധകമെന്നും ഏത് നിമിഷവും ഈ കരാർ ലംഘിക്കപ്പെടുമെന്നും ആശങ്കയിൽ ലെബനൻ സ്വദേശികൾ. സ്ട്രാസ്ബർഗിലെ യൂറോപ്യൻ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ പലസ്തീൻ അനുകൂല പ്രകടനം. ഗാസയിലെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു പ്രകടനം. പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചത് 100 കണക്കിന് പ്രവർത്തകർ. ഗാസയിൽ ഉടൻ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യണമെന്ന് ആവശ്യം. നെതന്യാഹുവിനും ഗാലന്റിനുമെതിരെയുള്ള അറസ്റ്റ് വാറന്റുകളോട് നിലപാട് മാറ്റി ഫ്രാൻസ്. ഇസ്രായേൽ ICC അംഗമല്ലാത്തതിനാൽ ഇരു ഇസ്രായേൽ നേതാക്കൾക്കും അറസ്റ്റ് വാറന്റിൽ നിന്ന് രക്ഷയുണ്ടെന്ന് ഫ്രഞ്ച് സർക്കാർ. ലെബനനിൽ ഫ്രഞ്ച് പിന്തുണയോടെയുള്ള വെടിനിർത്തലിന് നെതന്യാഹു മന്ത്രിസഭ സമ്മതിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഫ്രാൻസിന്റെ വാദം. കനത്ത മഞ്ഞുവീഴ്ചയിൽ വിറങ്ങലിച്ച് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സിയോൾ. 1907 ശേഷമുള്ള രാജ്യത്തെ ഏറ്റവും വലിയ മഞ്ഞുവീഴ്ചയാണിത്. ഗതാഗത സംവിധാനങ്ങൾ സ്തംഭിച്ചു. 200-ലേറെ വിമാന സർവീസുകൾ മുടങ്ങിയതായി റിപ്പോർട്ട്. പാകിസ്ഥാനിലെ US പൌരന്മാർക്ക് മുന്നറിയിപ്പ്. ഡിസംബർ 16 വരെ പെഷ്വാറിലെ സെറീന ഹോട്ടലും പെഷ്വാറിലെ ഗോൾഫ് ക്ലബ്ബും സന്ദർശിക്കരുതെന്ന് അമേരിക്ക. പാകിസ്ഥാനിലെ രാജ്യസുരക്ഷാ റിപ്പോർട്ട് അവലോകനം ചെയ്യണം. തിരിച്ചറിയൽ രേഖകൾ കൈവശം വയ്ക്കണമെന്നും അമേരിക്ക. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ്. പവന് 120 രൂപ കുറഞ്ഞ് 56,720 വ്യാപാരം. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 7,090. ഈ മാസത്തിന്റെ തുടക്കത്തിൽ സ്വർണ്ണവില 59,080 കായിക വാർത്തകൾ. ISL കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് FC ഗോവയെ നേരിടും. മത്സരം രാത്രി 7:30 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. തോൽവി അറിയാതെ 3 മത്സരങ്ങൾ പിന്നിട്ട ശേഷമാണ് ഗോവ കൊച്ചിയിലേക്ക് എത്തുന്നത്. ചെന്നൈയിനെ മറുപടിയില്ലാത്ത 3 ഗോളിന് തകർത്ത ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ടിൽ കളിക്കാനിറങ്ങുന്നത്.
യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ റോയൽ മാഡ്രിഡിനെ തകർത്ത് ലിവർപൂൾ. വിജയം എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. 5 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റുമായി ലിവർപൂൾ ഒന്നാമത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനലിൽ 3ാം കളിയിൽ ഇന്ത്യയുടെ ഗുകേഷിന് ജയം. നിലവിലെ ചാമ്പ്യനായ ചൈനയുടെ ഡെങ് ലിനെ വീഴ്ത്തി ഗുകേഷ്. 14 പോരാട്ടങ്ങൾ ഉൾപ്പെട്ട ഫൈനലിലെ ഗുകേഷിന്റെ ആദ്യ ജയമാണിത്. ഇതോടെ ഇരുവർക്കും 1.5 പോയിന്റ് വീതമായി. പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം ടെക്നോ പാർക്കിന് സമീപം നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ച് മറിഞ്ഞു. കാർ ഓടിച്ചിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്നയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കഠിനംകുളം സ്വദേശി വിനോദിന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവത്തിലെ നൃത്ത ഇനങ്ങൾ എല്ലാം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവച്ചു. വിധികർത്താക്കളിൽ ചിലർ കോഴ വാങ്ങി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് മത്സരങ്ങൾ മാറ്റിവെച്ചത്. കട്ടപ്പന സ്വദേശിയായ ഒരു നൃത്താധ്യാപകൻ വിധികർത്താക്കൾക്ക് കോഴ വാഗ്ദാനം ചെയ്തതായുള്ള രേഖകൾ പുറത്തുവന്നിരുന്നു. തിരൂരിൽ യുവതി സഞ്ചരിച്ച ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. തിരൂർ ബെഞ്ച്മാർക്ക് സ്കൂളിൽ നിന്നും വിദ്യാർത്ഥിയുമായി വന്ന യുവതിയുടെ വാഹനമാണ് കത്തിയത്. പുക ഉയരുന്നത് കണ്ട ആളുകൾ യുവതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ആദ്യം നാട്ടുകാരും പിന്നീട് ഫയർഫോഴ്സും എത്തിയാണ് തീയണച്ചത്. മിസ് ഗ്ലാം യൂണിവേഴ്സ് 2024 ചെക്ക് റിപ്പബ്ലിക് സുന്ദരി തെരേസ സെക്കാവോ സ്വന്തമാക്കി. ബ്രസീലിൽ നിന്നുള്ള